വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ്. ഇന്ന് ടാറ്റ മോട്ടോഴ്സിന്റെ ഡീമർജ്ഡ് എൻറ്റിറ്റി ആയിട്ടുള്ള ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് എന്നുള്ള കമ്പനി ഇന്ന് ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ കുറെ കഴിഞ്ഞ ഒക്ടോബർ 14 കൂടി ടാറ്റ മോട്ടോഴ്സിന്റെ പാസഞ്ചർ വെഹിക്കിൾസ് എന്നുള്ള കമ്പനി, അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് എന്നുള്ള കമ്പനി, ഇങ്ങനെ രണ്ടായിട്ട് ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള അതിന് മുമ്പുള്ള കമ്പനി സ്പ്ലിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ സ്പൺ ഓഫ് ആയിട്ടുള്ള ആ കമ്പനി ഇതുവരെയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ 100 ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് എന്നുള്ള കമ്പനിയുടെ വാല്യുവേഷൻ, അതായത് ഓൾമോസ്റ്റ് ഒരു 400 ലെവലിലായിരുന്നു ആ കമ്പനിയുടെ വാല്യുവേഷൻ എന്ന് ഉണ്ടായിരുന്നത്. ആ ലെവലിൽ ട്രേഡ് ചെയ്തിരുന്ന ആ വാല്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ ഡിമെർജ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസവും ഓൾമോസ്റ്റ് 660 ലെവലിലായിരുന്നു ടാറ്റ മോട്ടോഴ്സ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടാറ്റ മോട്ടോഴ്സിന്റെ പാസഞ്ചർ വെഹിക്കിൾസ് എന്നുള്ള കമ്പനി മാത്രം ഉള്ളതിന്റെ വാല്യൂ ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള വാല്യുവേഷൻ പോർട്ട്ഫോളിയോയിൽ ഒരു വലിയ ഡിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. പലരും കുറെ അധികം അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഈ പുതിയ കമ്പനി ആയിട്ടുള്ള ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്സ്യൽ വെഹിക്കിൾ, അതായത് TMCV എന്നുള്ള ട്രേഡിംഗ് സിമ്പിൾ ഉള്ള കമ്പനിയുടെ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. എന്തായാലും ഇന്ന് ഈ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡീമർജറിന് മുമ്പായിട്ട് ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർസ് 660 റുപ്പീസിനാണ് ട്രേഡ് ചെയ്തിരുന്നത്. അതേസമയം ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് എന്നുള്ള കമ്പനി, അതിലാണ് EVകളും അതുപോലെ തന്നെ ലാൻഡ് റോവറും റേഞ്ച് റോവറും പോലെയുള്ള കമ്പനികളൊക്കെ വരുന്നത്, ജാഗ്വർ ലാൻഡ് റോവറും എല്ലാം വരുന്നത് ബേസിക്കലി ഈ ടാറ്റ മോട്ടോഴ്സ് PV എന്നുള്ള കമ്പനിയിലാണ്, പാസഞ്ചർ വെഹിക്കിൾസ് എന്നുള്ള കമ്പനിയിലാണ്. ആ കമ്പനി ലിസ്റ്റ് ഇന്നിപ്പോ ട്രേഡ് ചെയ്യുന്നത് 405ലാണ്. അതേസമയം ടാറ്റ മോട്ടോഴ്സിന്റെ കൊമേഴ്സ്യൽ വെഹിക്കിൾസ് എന്നുള്ള കമ്പനി ട്രേഡ് ചെയ്യുന്നത് 330 ലെവലാണ്. അപ്പോൾ ഈ രണ്ട് ഷെയർസിന്റെയും കൂടെ വാല്യൂ ഒരുമിച്ച് കൂട്ടിയാൽ നമുക്ക് കാണാം 735 ലെവലിലാണ് ട്രേഡ് നമുക്ക് അതിന്റെ വാല്യൂ കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് 660 റുപ്പീസിന് ഡിമർജറിന് മുമ്പ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർസ് ഇപ്പോൾ നമ്മൾ TMPV എന്നുള്ള ട്രേഡിംഗ് സിമ്പിളിൽ ട്രേഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ TMCV എന്നുള്ള ട്രേഡിംഗ് സിമ്പിളിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ രണ്ടിന്റെയും കൂടെ വാല്യൂ ആഡ് ചെയ്താൽ 735 റുപ്പീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരു 660 റുപ്പീസിൽ നിന്നും 735 റുപ്പീസിലേക്കുള്ള ഒരു വാല്യുവേഷന്റെ ഇൻക്രീസ് നമുക്ക് ഈ ഡീമർജർ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് ഒരു 11% പ്രോഫിറ്റ് നമുക്ക് ഈ ഗ്യാപ്പില് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോർട്ട്ഫോളിയോയിലേക്ക് ലഭിക്കുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഈ രണ്ട് കമ്പനികളുടെയും വാല്യുവേഷൻ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുറേയധികം പേരുടെ കൺഫ്യൂഷൻ മാറും. ഈ ഒരു കൺഫ്യൂഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് ഈ ട്രേഡിംഗ് സിമ്പിളുകൾ തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് TMPV എന്നുള്ളത് ഇത്രയും ദിവസം ഉണ്ടായിരുന്ന അതേ കമ്പനിയാണ്. അതേസമയം TMCV എന്നുള്ളത്, അതായത് ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് എന്നുള്ള TMCV എന്നുള്ളത് പുതിയതായിട്ട് വന്നിട്ടുള്ള, ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡിമർജ്ഡ് കമ്പനിയാണ്. ഇത് രണ്ടും കൂടെ ഉള്ളതാണ്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ വാല്യുവേഷൻ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ഈ ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള ഷെയർസിന്റെ ഹോൾഡിംഗ് വാല്യൂ ലഭിക്കും. എന്നാലും ടാറ്റ മോട്ടോഴ്സിൽ ഹോൾഡ് ചെയ്തിരുന്ന ആ ഷെയർസിന് 1:1 എന്നുള്ള റേഷ്യോയിലാണ് ഈ ടാറ്റ TMPVയുടെയും TMCV എന്ന രണ്ട് കമ്പനികളുടെ ഷെയർസ് ലഭിക്കുന്നത്. അതായത് 100 ടാറ്റ മോട്ടോഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ 100 ടാറ്റ TMPVയും 100 TMCVയും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നിങ്ങളുടെ 100 ഷെയർസ് രണ്ട് കമ്പനികളിലായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വാല്യുവേഷനിൽ നമുക്കൊരു ബെനിഫിറ്റ് തന്നെയാണ് ഈ ഡിമർജർ കൊണ്ട് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുള്ളവർക്ക് ഇന്ന് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് കമ്പനികളും അവിടെ ഈ ഇപ്പോഴത്തെ ട്രേഡിംഗ് ചെയ്യുന്ന വാല്യുവേഷനിൽ ലഭിക്കുകയും ചെയ്യും. താങ്ക് യു.